നമസ്കാരം. എത്രമാത്രം അവയർനെസ് വീഡിയോ ചെയ്താലും ആളുകൾക്ക് സംശയങ്ങൾ ബാക്കിയാണ്. ഒരു സ്റ്റാർ മാർക്കിന് എന്താണ് പ്രത്യേകത എന്നാണ് ചോദിക്കുന്നത്. സ്റ്റാർ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ആർക്കും വേണ്ടാത്തത്? ഞാൻ പറഞ്ഞു വരുന്നത് 25 പൈസയുടെ കോമമറേറ്റീവ് നാണയത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ ഹൈദരാബാദ് മിൻറ്റ് സ്റ്റാർ മാർക്ക് ക്ലിയർ ആയിട്ട് 5 കാലുള്ള സ്റ്റാർ മാർക്കുള്ള നാണയത്തിന് മാത്രമാണ് ഡിമാൻഡുള്ളത്. ബാക്കി 2 മിൻറ്റും കോമൺ ആണ്. അടുത്തായിട്ട് ഈ കാണുന്ന 1 റുപ്പി നാണയം 19.3 എന്ന കാറ്റലോഗ് നമ്പറുള്ള 1 റുപ്പി നാണയം ഹൈദരാബാദ് മിൻറ്റ് ആണെങ്കിൽ മാത്രം UNC നാണയത്തിന് 50,000 രൂപയോളം വിലയുണ്ട്. മറ്റ് 2 നാണയങ്ങളും കോമൺ ആണ്, യാതൊരു വിധത്തിലുള്ള പ്രത്യേകതയുള്ളതല്ല. സ്റ്റാർ മാർക്ക് 5 കാലും കൃത്യമായിട്ട് കാണുന്നതായിരിക്കണം. അപ്പോൾ ഈ സ്റ്റാറിന് വളരെ പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ ഇതിന് മിൻറ്റേജ് കുറവായിരിക്കാം. മിൻറ്റേജ് കുറവുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് നിർമ്മിച്ച നാണയങ്ങളുടെ എണ്ണം കുറവുള്ളതുകൊണ്ടാണ് അതിന് ഇത്രയധികം ഡിമാൻഡ് വരുന്നത്. മറ്റ് 2 മിൻറ്റിൽ നിന്നും ആവശ്യത്തിൽ കൂടുതൽ നാണയങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. മിൻറ്റ് വൈസ് ആണ് നാണയങ്ങളുടെ ഡിമാൻഡ്. ചിലപ്പോൾ ഇത്തരത്തിൽ ഇയർ വൈസും വരാറുണ്ട്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ 1996 2 രൂപ നാണയത്തിന് മാത്രമാണ് ഡിമാൻഡ് ഉള്ളത്. 97 കോമൺ ആണ്. 96 ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 5000 രൂപ വരെ വരുന്നുണ്ട് UNC നാണയത്തിന്. ഇതെല്ലാം തന്നെ ഓപ്ഷൻ ഹൗസ് എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഓപ്ഷൻ ഹൗസ് എന്ന് പറയുന്നത് ലേലങ്ങൾ നടക്കുന്ന, ഇന്ത്യയിലെ നാണയങ്ങൾ ലേലം ചെയ്യുന്ന കമ്പനികളെയാണ് ഓപ്ഷൻ ഹൗസ് എന്ന് പറയുന്നത്. 1996 ഈ ഒരു കണ്ടീഷൻ നാണയത്തിന് പോലും ഇന്ന് 5000 രൂപ മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. മറ്റ് ഡേറ്റുകൾ കോമൺ ആണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. 1996 മാത്രമാണ് ഡിമാൻഡ് ഉള്ളത്. ഈ കാണുന്ന 2 രൂപ നാണയം 20.12 എന്ന കാറ്റലോഗ് നമ്പർ വരുന്ന 2 രൂപ നാണയത്തിൻ്റെ ഹൈദരാബാദ് മിൻറ്റിന് UNC കണ്ടീഷന് 50,000 രൂപ വിലയും മറ്റ് 2 മിൻറ്റും കോമൺ ആണ്. അതുപോലെ തന്നെ എയർഫോഴ്സിൻ്റെ ഈ കാണുന്ന കൽക്കട്ട മിൻറ്റ് നാണയം, ഒറ്റ മിൻറ്റ് മാത്രമേ ഉള്ളൂ. എയർഫോഴ്സിൻ്റെ ഈ 2 രൂപ നാണയത്തിന് ഇപ്പോൾ ഏകദേശം 1000 മുതൽ 1500 രൂപ വരെ കണ്ടീഷൻ അനുസരിച്ച് വിലയുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ ഒരു മിൻറ്റ് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയറിന് താഴെ കാണുന്ന സ്റ്റാർ മിൻറ്റ് മാർക്കാണ് ഹൈദരാബാദ് മിൻറ്റ് എന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള 5 രൂപ നാണയങ്ങളൊന്നാണ് 1996 കാറ്റലോഗ് നമ്പർ 21.8 കാണുന്ന ഈ സയൻസ് ഷോപ്പിൻ്റെ നാണയം. 75 വർഷം ദണ്ഡി മാർച്ചിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇറക്കിയ കോപ്പർ നിക്കൽ നാണയം. അതിൻ്റെ സ്റ്റീൽ നാണയമുണ്ട്. സ്റ്റീൽ നാണയത്തിന് യാതൊരു ഡിമാൻഡും ഇല്ല. കോപ്പർ നിക്കൽ നാണയം വളരെയധികം ഡിമാൻഡിങ് ആണ്. ഇതിൽ ഇടത് സൈഡിൽ ഇരിക്കുന്നത് നോർമൽ നാണയമാണ്, സ്റ്റീൽ നാണയമാണ്. വലത് സൈഡിൽ ഇരിക്കുന്നത് കോപ്പർ നിക്കൽ നാണയമാണ്. കോപ്പർ നിക്കൽ നാണയം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ മെറ്റീരിയലാണ്. ഞാൻ ഇതിലത് കാണിച്ചു തരാം. ഇത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള നാണയമാണ്. ഇത് കൂടുതലും പ്രൂഫ് സെറ്റിൻ്റെ കൂടാണ് ഇറങ്ങിയിരിക്കുന്നത്. സാധാരണ കണ്ടീഷനിൽ അല്ലെങ്കിൽ സാധാരണ സ്റ്റീലിൽ വരുന്ന നാണയത്തിന് യാതൊരു ഡിമാൻഡും ഇല്ല. അതെപ്പോഴും നിങ്ങൾ ഓർക്കണം. കോപ്പർ നിക്കൽ നാണയങ്ങൾ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അതിൻ്റെ എഡ്ജിൽ കുറച്ച് ഡിസൈനിങ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോയിൽ കോപ്പർ നിക്കൽ നാണയങ്ങൾ കാണിച്ചു തരാം. ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ കോമമറേറ്റീവ് റയർ നാണയങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. കോപ്പർ നിക്കൽ എന്ന് പറയുന്നത് ഈ കാണുന്ന ടൈപ്പ് മെറ്റീരിയൽ, ഈ കാണുന്ന ഒരുതരം 5 രൂപ നാണയം ഉണ്ടല്ലോ, കട്ടിയുള്ള ആ ഒരു 5 രൂപ നാണയങ്ങളാണ് കോപ്പർ നിക്കൽ ടൈപ്പ് നാണയങ്ങൾ എന്ന് പറയുന്നത്. മറ്റെല്ലാം സ്റ്റീൽ നാണയങ്ങളാണ്. കോപ്പർ നിക്കൽ നാണയങ്ങളുടെ എഡ്ജ് എന്ന് പറയുന്നത് ഈ രീതിയിൽ കുറച്ച് തിക്കായിരിക്കും. ഇങ്ങനത്തെ ഒരു ഡിസൈൻ അതിൻ്റെ എഡ്ജിലുണ്ടാവും. അപ്പോൾ ഓർത്ത് വെക്കുക, സാധാരണ നാണയങ്ങൾ സ്റ്റീൽ നാണയങ്ങളും കോപ്പർ നിക്കൽ നാണയങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. അടുത്തൊരു നാണയം വളരെ ചെറിയ അക്ഷരത്തിൽ വന്നൊരു ചെറിയ ചേഞ്ച് കൊണ്ട് വില കൂടിയൊരു നാണയമാണ്. തിലക് ജി എന്ന പേരിൽ 2007 വന്ന ഈ നാണയം. ഇത് 3 ടൈപ്പ് ഉണ്ട്. കോപ്പർ നിക്കൽ 2ഉം സ്റ്റീലിൽ ടൈപ്പ് 1 വരുന്നത്. ഇതിൽ ഈ സ്റ്റീൽ ടൈപ്പ് വളരെ കോമൺ ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. കോപ്പർ നിക്കൽ നോർമലായിട്ടുള്ളത് കുറച്ച് ഡിമാൻഡിങ് ആണ്. ഇത് കൂടാതെ വരുന്നതാണ് തിലക് ജി എന്നുള്ളത്. നിങ്ങൾക്കിതിൽ ഹിന്ദി അക്ഷരത്തിലുള്ള തിലക് എന്ന് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ തിലക് എന്ന് എഴുതിയിരിക്കുന്നത് കോമൺ ആണ്. ഇത് കൂടാതെ ഇതിൽ തിലക് ജി എന്നൊരു ചെറിയ ജി വരുന്നുണ്ട്. ആ ജി വരുന്ന ആ ഒരു പോർഷൻ ഉള്ള നാണയം വളരെ ഡിമാൻഡിങ് ആണ്. തിലക് ജി വരുന്നത്, തിലക് എന്നുള്ളത് കോമൺ ആണ്. ഞാൻ അതിൻ്റെ ലാസ്റ്റിൽ, ഈ വീഡിയോയുടെ ലാസ്റ്റിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം എവിടെയാണ് ആ ജി വരുന്നത് എന്നുള്ളത്. ഹിന്ദി അറിയാവുന്ന ആളുകൾക്ക് ഒരുപക്ഷെ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് ഇതിൻ്റെ ആ കാണുന്ന ഒരു ജി, ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ജി വരുന്നത് മാത്രമാണ് ഡിമാൻഡിങ് ആയിട്ടുള്ള കോയിൻ. സാധാരണ കോയിൻ വളരെ കോമൺ മാത്രമാണ്. എനിക്ക് മെസ്സേജ് അയക്കുന്ന പല ആളുകളും സാധാരണ നമുക്ക് കിട്ടുന്ന 10 രൂപ 20 രൂപയ്ക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള നാണയങ്ങൾ എന്തൊക്കെയോ അപൂർവ വസ്തുക്കളാണെന്നും ഒരുപാട് വിലയൊക്കെ കിട്ടുമെന്നും പറഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ കോമൺ നാണയങ്ങളാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് കോമമറേറ്റീവ് നാണയങ്ങളിലെ റയർ നാണയങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ സീരീസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.